വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എൻ്റെ ഈ വലത്തുഭാഗത്ത് കാണുന്ന ഈ വിമാനത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. B-2 എന്ന യുദ്ധവിമാനത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. B-2 എന്ന യുദ്ധവിമാനം, ഇതിനെക്കുറിച്ച് പറയുന്നത് രാക്ഷസ വിമാനം എന്നാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. അതായത് ഡെവിൽ ഫ്ലൈറ്റ് എന്നാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ഇത് ആരുടെ ഉടമസ്ഥയിലാണെന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാം. ഇത് അമേരിക്കയുടെ ഉടമസ്ഥയിലുള്ള വിമാനം തന്നെയാണ്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? എന്തുകൊണ്ടാണ് ഇത് ഇപ്പോൾ വളരെയധികം പ്രചാരം സൃഷ്ടിച്ചിരിക്കുന്നത്? ഇതുവരെ അമേരിക്കയുടെ രഹസ്യ കലവറയിൽ ഒളിപ്പിച്ചു വെച്ച ഒരു യുദ്ധവിമാനമായിരുന്നു ഈ ഡെവിൽ ഫ്ലൈറ്റ് എന്ന് പറയുന്ന യുദ്ധവിമാനം, B-2 എന്ന് പറയുന്ന യുദ്ധവിമാനം. എന്നാൽ ഇതിപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്, ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഉദ്ദേശം വ്യക്തമാണ്. ഏകദേശം 6,000 കോടി രൂപയുള്ള ഈ വിമാനം ഒരു സാധാരണ വിമാനമല്ല. പകരം ഇത് ഏത് രഹസ്യ കലവറയും കണ്ടുപിടിക്കാനും അതനുസരിച്ച് അതിനെ തകർക്കാനും കഴിയുന്ന സാങ്കേതിക വിദ്യ ഇതിൻ്റെ അകത്ത് ഒളിച്ചിരിപ്പുണ്ടാണ്. ഇതിൻ്റെ ആകൃതി തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഇതിൻ്റെ ആകൃതി ഒരു പക്ഷിയുടെ രൂപത്തിലാണ് ഇത് ആകൃതി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ കാരണമെന്ന് പറയുന്നത് മറ്റ് രാജ്യങ്ങളുടെ റഡാറിൽ ഈ വിമാനത്തെ കണ്ടുപിടിക്കാതിരിക്കാനാണ് ഇത്തരം ആകൃതി ഇതിനെക്കുറിച്ച് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കാരണം യുദ്ധം പൊടിപൊടിക്കുക. ഇറാൻ എന്ന് പറയുന്നൊരു ദേശം എന്ന് പറയുന്നത് ഒരു എലക്സറാണ്, അതായത് ഒരു അമൃതാണ്. ഏറ്റവും സമ്പൽ സമൃദ്ധി നേടാൻ ആഗ്രഹിക്കുന്ന ഏത് രാജ്യത്തെയും ആഗ്രഹിക്കുന്ന തലത്തിൽ ഒരു ഘടകം ഇതിൻ്റെ അകത്ത് ഒളിച്ചിരിപ്പുണ്ട്. ഇറാൻ്റെ അകത്ത് ഒളിച്ചിരിപ്പുണ്ട്. നമുക്കറിയാം അതിൻ്റെ ഏറ്റവും വലിയതാണ് ഫ്യൂൽ എന്ന് പറയുന്നത്, ഇന്ധനം ഇതിൻ്റെ അകത്തുണ്ട്. അതുകൊണ്ട് ഇറാനെ വെട്ടിപ്പിടിക്കാൻ വേണ്ടി എല്ലാ രാജ്യങ്ങളും ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അതിൽ ഏറ്റവും ഉന്നതമായി നിൽക്കുന്നത് ഇസ്രായേലും അമേരിക്ക തന്നെയാണ്. ഇവരുടെ ആയുധ ശേഖരണമോ അല്ലെങ്കിൽ ന്യൂക്ലിയർ വെപ്പണോ അല്ലെങ്കിൽ യുറാനിയം സമ്പുഷ്ടീകരണമോ ഇതൊന്നുമല്ല ഇവരെ ആക്രമിക്കാനുള്ള കാരണമെന്ന് പറയുന്നത് ആ രാജ്യത്തെ പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പും അമേരിക്കയും ഇസ്രായേലും നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ദേശത്തെ ഏറ്റവും വലിയ ശക്തികളാകാൻ അവർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റ് വരാൻ പോകുന്നത് ഈ ഇറാനിലായിരിക്കും, അതോടൊപ്പം തന്നെ ഇറാഖിൽ തന്നെ ആയിരിക്കുമെന്ന് നമുക്ക് വ്യക്തമാണ്. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ബാബിലോൺ എന്നും പേർഷ്യ എന്നും പറയുന്ന പണ്ടത്തെ ഏറ്റവും വലിയ സാമ്രാജ്യത്തിൻ്റെ നിലവാരത്തിൽ തന്നെ ഈ രാജ്യങ്ങളിൽ ഇവർ വലിയൊരു സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ വലിയൊരു വേൾഡ് മാർക്കറ്റ് സ്ഥാപിക്കാൻ വേണ്ടിയുള്ള കാര്യമാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധേയമാണ് ഈ കാര്യങ്ങളെല്ലാം. ഏതായാലും യുദ്ധങ്ങൾ ധാരാളം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഞാനൊരു മാപ്പ് കാണിക്കാം. അതിനകത്ത് വ്യക്തമാണ് റഷ്യ, അതുപോലെ തുർക്കി, ലിബിയ, എത്യോപ്യ എന്നീ രാജ്യങ്ങളെല്ലാം ഈ യുദ്ധത്തിൽ ഏർപ്പെടുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇറാൻ, ഇസ്രായേൽ ഇതൊക്കെ ഈ യുദ്ധത്തിൽ ഏർപ്പെടുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കാരണം കഴിഞ്ഞ ദിവസം തന്നെ തുർക്കി പറഞ്ഞൊരു കാര്യമുണ്ട്, ഇങ്ങനെയാണ്: ഞങ്ങൾ കൂടുതൽ യുദ്ധവിമാനങ്ങൾ മേടിക്കാൻ ആഗ്രഹിക്കുന്നു. എന്തിനാണ്? തീർച്ചയായും ഒരു ആക്രമണം അവരുടെ ഇടയിൽ ഉണ്ടാകും എന്നുള്ളതിൻ്റെ സൂചനയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ വിമാനത്തോടുള്ള ബന്ധത്തിൽ ഈ വിമാനം എന്ന് പറയുന്നത് അമേരിക്കയെ സംബന്ധിച്ച് ഏറ്റവും വില കൂടിയ വിമാനമാണ്. ഇതിനപ്പുറം വില കൂടിയ വിമാനം അമേരിക്കയുടെ അടുക്കലില്ല. ഈ വിമാനം തന്നെ ഈ സമയത്ത് ഇവർ ലോഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയ ഈ പ്രാധാന്യമർഹിക്കുന്ന ഒരു യുദ്ധമാണ് പശ്ചിമേഷ്യയിൽ നടക്കുന്നത്. ഈ യുദ്ധത്തോടു കൂടി ചില അവകാശങ്ങൾ, ചില രാജ്യങ്ങൾ, ചില ഇടങ്ങൾ, ദേശങ്ങളെല്ലാം പിടിച്ചടക്കും എന്ന് അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഇത്രയും അധികം പണം ചെലവഴിക്കാനും അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങളെല്ലാം ചെലവഴിക്കാനും ഒക്കെ അവർ പെട്ടെന്ന് തത്രപ്പെടുന്നത്. അല്ലെങ്കിൽ ഈ ചെറിയ കാര്യത്തിന് വേണ്ടി ഈ കാര്യങ്ങളൊന്നും അവരൊന്നും ചെയ്യില്ല. ഇറാൻ തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറയുമ്പോഴും ചർച്ചയ്ക്ക് തയ്യാറല്ല എന്ന രീതിയിൽ ഇവർ ഇറങ്ങിത്തിരിച്ചതിൻ്റെ കാരണം വ്യക്തമാണ്, ഉദ്ദേശം വ്യക്തമാണ്. ഇവർക്ക് വേണ്ടത് ഇറാനെയാണ്, ഇറാൻ എന്ന ദേശത്തെയാണ്. പ്രത്യേകിച്ച് ഇറാനിലെ ജനങ്ങൾ മുഴുവനും ഇറാൻ അധികാരികൾക്കെതിരെ നിൽക്കുന്നത് കൊണ്ട് തന്നെ അവിടെ അധികാരത്തെയും പിടിച്ചെടുക്കാൻ ഇവർക്ക് കഴിയുമെന്ന് വ്യക്തമായി ഇവർക്ക് തിരിച്ചറിയുന്നത് കൊണ്ടാണ് ഇവർ ഈ സമയത്ത് തന്നെ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ ശ്രമിക്കുന്നത്.
ഏതായാലും ഞാൻ ഈ വീഡിയോ നിർത്തുകയാണ്. ഞാൻ ആ B-2 എന്ന വിമാനത്തെക്കുറിച്ച് പറയാനാണ് ആഗ്രഹിച്ചത്. ഏതായാലും ഒരു ശക്തമായ ഒരു യുദ്ധമുണ്ടാകും. പക്ഷേ യുദ്ധം ഒരിക്കലും ഒരു നാശത്തിനോ ഒരു മറ്റൊരു കാര്യത്തിനോ അല്ലെങ്കിൽ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിനോ ഒന്നുമല്ല. ഇതൊക്കെ പലതും പടച്ചു വിടുന്നുണ്ടെങ്കിലും ഇതൊന്നുമല്ല. കാരണം വലിയൊരു വേൾഡ് മാർക്കറ്റ് വരാൻ പോവുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള കാര്യമാണ് ഇസ്രായേലും അമേരിക്കയും വളരെ തന്ത്രപരമായിട്ട് തന്നെ കാര്യങ്ങൾ നീക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം.